ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായിട്ടുള്ള പതുപതുപ്പോടു കൂടിയ വളരെ സോഫ്റ്റായിട്ടുള്ള കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ സോഫ്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കള്ളപ്പം അല്ലെങ്കിൽ വട്ടയപ്പം എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂടുതലായിട്ട് കള്ളപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലുള്ള ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിരാൻ വെക്കണം. ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇത് കുതിർത്താനായിട്ട് വെക്കണം. മാക്സിമം എത്ര വയ്ക്കാൻ പറ്റുന്നോ അത്രയും തന്നെ സോഫ്റ്റായിട്ട് നമുക്ക് കള്ളപ്പം കിട്ടും. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ആവശ്യമാണ്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറുക്കി എടുക്കണം. ഇതിന് പൊതുവായിട്ട് കപ്പി കാച്ചാന്നാണ് പറയുന്നത്. ഇനി അഥവാ നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലയെന്ന് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുള്ള പച്ചരി അരച്ച ശേഷം അതിന് ഒരു 2 കയ്യിൽ മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇങ്ങനെ കുറുക്കി എടുത്താലും മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം മാത്രമേ നമുക്കിത് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടിയായി പോവും. അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പച്ചരി ഒരു 5 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ വലിയ ജാറിലാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന കപ്പി മാവ് കുറുക്കിയതില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗ്ലാസ് അളവിൽ ഞാൻ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു അര ഗ്ലാസ് കള്ളാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ കള്ളില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കുറച്ച് അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഇതിലൊരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒരല്പം കൂടി കുറയ്ക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഏലക്കയാണ്, ഏലക്കയുടെ ഉള്ളിലെ കുരുവാണ്, അത് മാത്രം എടുത്തിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിത് നല്ല രീതിയിൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക്, ഇത് പൊങ്ങിപ്പോവും, അതുകൊണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോകാനും ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല. അത് ഈ കാണുന്നില്ലേ, ഇതുപോലെ ഇരിക്കണം മാവ്. എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെക്കുക. ഇനി ഈ മാവ് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും പുളിക്കാനായിട്ട് അല്ലെങ്കിൽ പൊങ്ങി വരാനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് രാത്രി ഈ മാവ് ഉണ്ടാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 8 to 9 മണിക്കൂർ വരെ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മാവ് ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. വളരെ പതുക്കെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മാവ് കാണുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. അതിനായിട്ട് ഇങ്ങനൊരു പാത്രം എടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്ന ട്രേ എടുത്താലും മതിയാവും. ഞാനിങ്ങനൊരു കിണ്ണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ വെളിച്ചെണ്ണയോ എന്താ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് എല്ലാം അവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഏകദേശം ഒരു 2 കള്ളപ്പം വരെ നമുക്ക് ഇതിന്ന് കിട്ടും. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് 2 കള്ളപ്പമാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കത്തിയോ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ ഇത് വെന്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും സ്ട്രക്ചറും എല്ലാം വളരെ പക്കയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ കളർ ഇങ്ങനെ കറക്റ്റ് വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പച്ചരി എടുക്കുമ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ള പച്ചരി എടുക്കാൻ നോക്കുക. ഇനി നമ്മൾ തേങ്ങ അതിലിടുന്ന സമയത്ത് നമ്മൾ അതിൽ അടിയിലത്തെ ആ ഒരു ബ്ലാക്ക് കളറില്ലേ അത് വരാതെ ആ മുകളിലത്തെ വൈറ്റ് മാത്രമായിട്ട് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എനിക്ക് കുറച്ച് ആവേശം കൂടിയതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ പെട്ടെന്ന് എടുത്തതുകൊണ്ട്, ചൂടാറുന്നതിന് മുമ്പ് എടുത്തുകൊണ്ടാണ് ആ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ തണുത്ത ശേഷം മാത്രം എടുക്കുമ്പോൾ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. നല്ല പതുപതുപ്പായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കള്ളപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ സാധിക്കുള്ളൂ. ഈ വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ, ബൈ.